ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ആദ്യം മിഡ് ക്യാപ്പിലേക്ക് വരാം. അതിന് മുന്നേ ഇന്ന് നമ്മുടെ ന്യായം പാലിച്ചവരുടെ ഒരു പോൾ ഞാൻ ഗ്രൂപ്പിലിട്ടായിരുന്നു. അപ്പം വളരെയധികം പേര്, ഏകദേശം 30-35 പേരോളം ന്യായം പാലിച്ച് പ്രോഫിറ്റിലിറങ്ങി. അപ്പം തന്നെ 10-20 പേര് ന്യായം പാലിച്ച് ലോസിലിറങ്ങി. ഇവരെ 2 പേരെ ഞാൻ അഭിനന്ദിക്കുന്നത്. നിങ്ങൾ ന്യായം പാലിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യായം പിന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്താലും ലോസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അത് പ്രോഫിറ്റ് ആയാലും പിന്നെ നഷ്ടമായാലും അത് മാർക്കറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേങ്കിൽ അനുസരിക്കാത്തവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് ബസ്സാണ്. അപ്പോൾ നിങ്ങളത് വീണ്ടും വീണ്ടും ഓവർ ട്രേഡ് ചെയ്ത് കിട്ടിയത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനകത്തിലൊന്നും പറയാനില്ല, എനിക്കൊന്നും ചെയ്യാനുമില്ല. ഞാൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരുന്നു, നിങ്ങളത് പാലിക്കാൻ ശ്രമിക്കുക. ചെയ്ത് കഴിഞ്ഞ് വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് പിന്തുടരുക, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നും രാവിലെ പ്രോഫിറ്റ് കിട്ടിയിട്ട് അവസാനം രണ്ടാമത് ട്രേഡ് ചെയ്ത് കളഞ്ഞവർ ധാരാളം പേരുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിട്ട് ഇതൊക്കെ തന്നെയല്ലേ ഗതി. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്ക്. ഓക്കെ, ഞാനിനി അവിടെ കൂടുതൽ പറഞ്ഞ് സംസാരിച്ച് അലമ്പാക്കുന്നില്ല. അപ്പോൾ നമുക്ക് മിഡ് ക്യാപ്പിലോട്ട് വരാം. മിഡ് ക്യാപ്പ് നമ്മുടെ ടാർഗറ്റ് ഫുള്ള് ഹിറ്റായി ഇല്ലേ. നമ്മൾ എത്രയാണോ ടാർഗറ്റ് വരച്ചത് ആ ടാർഗറ്റ് മുഴുവൻ ഫുൾ ഹിറ്റായി. എങ്കിൽ തന്നെ എനിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് വന്നു ഇല്ലേ. നേരെ താഴോട്ട് വന്നതിന് ശേഷം ഇവിടുന്ന് നേരെ നല്ല നല്ല രണ്ട് നെടുവരിയൻ ഗ്രീൻ ക്യാൻഡിൽ തന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് പൊട്ടും എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് പൊട്ടി കുറച്ച്, പക്ഷേ വീണ്ടും അവിടെ തന്നെ നമ്മുടെ ലൈനിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ പതുക്കെ 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 മോളിൽ പോയി നമ്മുടെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തു ഇല്ലേ. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ടാർഗറ്റൊക്കെ നമ്മൾ ലൈനൊക്കെ വരച്ച്, റെസിസ്റ്റൻസ് ലൈനൊക്കെ കൃത്യമായിട്ട് വരച്ചു. പക്ഷേങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാർക്കറ്റ് ഇവിടം വരെ പോകും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടുന്ന് ഒരു റിവേഴ്സൽ വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. പിന്നെ എനിക്കൊരു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചതെന്ന് ഒരു മനുഷ്യനും അവൻ ചിന്തിച്ചതിനേക്കാൾ എതിരായിട്ടാണ് മാർക്കറ്റ് സംഭവിച്ചത്. കാരണം ഇന്നും FIS സെല്ലിംഗ് മോഡിലാണ്. ചെറിയ 236 കോടിയെ സെല്ല് ചെയ്തിട്ടുള്ളൂ. പക്ഷെങ്കിൽ സെല്ലിംഗ് മോഡിലാണ്. അപ്പോൾ ആര് ബൈ ചെയ്തു? DIs മാത്രം ബൈ ചെയ്തു മാർക്കറ്റിനെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര നാൾ ഇങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് കണ്ടറിയണം. അപ്പം ഇനിയും മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എന്തിനോ വേണ്ടി തിളപ്പിക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞ കണക്ക് ഇതെവിടെ പോയി നിൽക്കും എന്ന് യാതൊരു ഊഹമില്ല. എനിവേ, നമുക്കതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്ത് അലമ്പാക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് വിവാദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വരച്ച ടാർഗറ്റുകളെല്ലാം ഹിറ്റായി. ആരോ നോക്കി ട്രേഡ് ചെയ്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിക്കാണും. അപ്പം നാളെ ഇനി എന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ മാർക്കറ്റ് ഇത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. കുറച്ച് ഇച്ചിരി ഒന്ന് കറക്റ്റ് ചെയ്ത്, ഈ ലൈന് ഇച്ചിരി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇത് ഓക്കെ. മാർക്കറ്റ് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് നാളെ കാണുന്നത്. ഓക്കെ, ചെറിയ ഗ്യാപ്പ് പോലാണ് ഇതിനകത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുക. ബാക്കി ലെവലുകളെല്ലാം കറക്റ്റാണ്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് മോളോട്ടാണ് നമുക്ക് ഒരു ടാർഗറ്റ് ഉള്ളത്. അതിനുശേഷം ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, അതിനുശേഷം ഈ ട്രെൻഡ് ലൈനാണ് നമ്മുടെ താഴത്തെ ആ ട്രെൻഡ് ലൈൻ. ഓക്കെ, ഈ രണ്ട് ടാർഗറ്റാണ് എനിക്ക് മോളോട്ട് പറയാനുള്ളത്. താഴോട്ട് നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യണം. അല്ല, ഇത് താഴോട്ട് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ശരിയാകത്തില്ല. നമുക്ക് താഴോട്ട് ഇതാണ് നമ്മുടെ ഇവിടുന്നാണ് താഴോട്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഈ വര വരച്ചതെന്ന് അല്ലേ. അല്ല, ഈ വര താഴോട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ മതി. എന്തിനായിരിക്കും ഈ വര ഒരു കട്ട റെസിസ്റ്റൻസ് ആണ്. അപ്പം ഇത് ഭേദിച്ച് മുകളിലോട്ട് പോയി ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ, ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് മാത്രമേ നമുക്ക് അപ്സൈഡ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അനങ്ങാതിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് ശേഷം താഴോട്ടുള്ള വര ഇതാണ്. ഓക്കെ, അതിന് ശേഷം ഒരെണ്ണം വരയ്ക്കാം. അതിന് ശേഷം ഇതുകൂടെ വായിച്ചു. നാളെ വല്ല ഒരു ഭീകര പൊട്ടൽ വല്ല ഉണ്ടായാലോ.
അല്ലേ? ഇത്രയും മതി. കൂടുതൽ പോയി കഴിഞ്ഞാൽ കിഴക്കോട്ട് പോയ കുന്നും മലയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളിലൂടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 4 ടാർഗറ്റ് താഴോട്ട് നാളെ പൊട്ടിയാൽ 12,589. ആരാണ്ട് ഇന്നലെ യൂട്യൂബിനകത്ത് കമൻറ്റ് ഇട്ടത്, ചേട്ടാ ഇവിടെ വരെ എന്ന് പറയാതെ കറക്റ്റായിട്ട് പോയിന്റ് പറയണം. എനിക്കൊന്ന് പുള്ളിക്ക് കണ്ണിന് ഇച്ചിരി കാഴ്ചക്കുറവുണ്ടോ സംശയമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾ H720 നിങ്ങൾ സെറ്റിങ്സ് മാറ്റി പിക്സലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മൊബൈലിലാണ് കാണുന്നെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് മൊബൈൽ പിടിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് 12,589. അടുത്തത് 12,631. അതിൻ്റെ അടുത്തത് 12,657. അതിൻ്റെ അടുത്തത് 12,689. 12,710 താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് പിയുടെ സാധ്യത നമുക്ക് പറയാനുള്ളത്. മുകളിലോട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ 12,754 ബ്രേക്ക് ചെയ്യണം. ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഞാൻ വരച്ച് കാണിക്കാം. 12,800 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ഈ ട്രെൻഡ് ലൈനാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരച്ച് കാണിച്ചേക്കാം. ഇനി അതിന് ഒരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് നമുക്ക് നോ ട്രേഡിംഗ് സോണാണ്. ഓക്കെ, ഇതിനകത്തില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ഇതിനകത്ത് ട്രേഡ് ഇല്ല. നോ ട്രേഡിംഗ് സോൺ ഇത്. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിലോട്ടോ ഇതിന് താഴോട്ടോ മാത്രമേ ട്രേഡ് ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് എങ്ങോട്ട് തിരിയുന്നതെന്ന് മാർക്കറ്റ് നോക്കുക. ഓക്കെ, അത്ര മാത്രമേ അവിടെ പറ്റി. ഇനി മിഡ് ക്യാപ്പിനെ പറ്റി പറയാനുള്ളൂ. നമുക്കിനി നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഒരു ഭീകരമായിട്ടൊരു ചെറിയ ഗ്യാപ്പപ്പാണ് കണ്ടതെങ്കിലും നേരെ മാർക്കറ്റ് ഒരു 80 പോയിൻറ്റ് 156 ഏകദേശം ഞാൻ കണ്ടായിരുന്നല്ലോ. ഒരു 80 പോയിൻറ്റിൻ്റെ ഒരു ഡൗൺ ആണ് നമുക്ക് ഫസ്റ്റ് സെഷനിൽ തന്നെ കിട്ടിയത്, ഒറ്റ ക്യാൻഡിലിൽ. അതിനുശേഷം കറക്റ്റ് ആ ക്യാൻഡിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് അതുപോലെ തന്നെ കയറി നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. കാരണം നമ്മൾ ഇവിടെയാണ് ഓപ്പണിങ് പറഞ്ഞത് അല്ലേ. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് ട്രേഡ് കിട്ടുകയില്ല. ഇവിടുന്ന് ട്രേഡ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ട്രേഡിനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമുക്ക് ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അല്ലാതെ നോക്കിക്കുക നിങ്ങൾ മാർക്കറ്റ് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് വന്നേക്കുന്നത് നിങ്ങൾ നോക്കിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നേരെ ആദ്യം താഴോട്ട് വന്നു അല്ലേ. നേരെ ഇവിടെ നേരെ താഴോട്ട് വന്ന് ഇവിടെ 1-2 ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് ശേഷം ഇവിടെ നേരെ വീണ്ടും തിരിച്ച് മേലോട്ട് പോയി. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ ഒരു ട്രേഡ് എടുക്കും? ഒരു കാരണവശാലും ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് ട്രേഡ് അതിന് ശേഷം ഇത് ക്രോസ് ചെയ്തു. പിന്നെ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ഇവിടെ വലിയൊരു ക്യാൻഡിൽ വീണ്ടും വന്നു. ഇവിടുന്ന് നേരെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ നമുക്കൊരു പിയുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ട്. ഇവിടെ നമുക്കൊരു പി എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ നേരെ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ വരെ കറക്റ്റായിട്ട് കണ്ടില്ലേ, ഈ ട്രെൻഡ് ലൈൻ വരെ നമുക്ക് ഇത് കിട്ടും, ഇത്രയും കിട്ടും ഇല്ല. ഇവിടെ ഒന്നും നമുക്ക് ട്രേഡ് ഇല്ല. ഇവിടെ നമുക്ക് കിട്ടിയവർ ഇത് കണ്ട് ഇവിടെ, പക്ഷേ ഇവിടെ ഫസ്റ്റ് പിന്നെ ഒരു വലിയ ഗ്രീൻ കീ അല്ല, പിന്നെ ഈ റിജക്ഷൻ കണ്ട് വേണം എടുക്കാൻ. നമ്മൾ ഈ റിജക്ഷൻ കണ്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അവർക്ക് ഒരു CPC സാധ്യതയുണ്ട്. പക്ഷേ എത്ര പേര് എടുത്തത്? കാരണം ഇത്രയും വലിയൊരു ക്യാൻഡിൽ നിൽക്കുമ്പം ഒരാൾ ഇവിടെ ഒരു CA പറ്റി ചിന്തിക്കത്തില്ല. ഇവിടെയാണ് ഓപ്പറേറ്റർമാരുടെ വിജയം. മനസ്സിലായി? ഇത്രയും വലിയൊരു നെടുവരിയൻ ഒരു പിയുടെ ക്യാൻഡിൽ, ഒരു റെഡ് ക്യാൻഡിലൂടെ നിന്നിട്ട് പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് കയറി പോകുന്ന റീറ്റെയിലേഴ്സ് ചിന്തിക്കത്തില്ല. മനസ്സിലായി? അവിടെയാണ് അവർ നമ്മളെ പറ്റിക്കുന്നത്. അപ്പം പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ വീണു, പിന്നെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ, ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ വീണു. പിന്നെ നമ്മുടെ ചിന്ത എന്തുവാ? ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് കൂട്ടുന്നത്. പക്ഷേ അതിന് ശേഷം ഇവിടുന്ന് വലിയൊരു മുട്ടൻ ഒരു ക്യാൻഡിലാണ് നമുക്ക് കിട്ടിയത്. അപ്പം അവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ അവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഇവിടെ കണ്ടുപിടിക്കാൻ പാടായത്. പിന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വേണമെന്ന് പറയാം. പിന്നെ ഇവിടുന്ന് പതുക്കെ ഗ്രൈൻഡ് ചെയ്ത് പതുക്കെ കയറി, പിന്നെ ഇത് ഒരെണ്ണം കയറി. പിന്നെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ വന്നു താഴോട്ട് ഇത്രയും റെഡ് വന്നതിന് ശേഷം നേരെ തിരിച്ച് ആ വീണ പോലെ തന്നെ നേരെ തിരിച്ച് കയറി ഇല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ ഈ ക്യാൻഡിലിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതൊക്കെ എത്ര പേർക്ക് കിട്ടും? ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർക്ക് മാത്രമേ, ക്യാൻഡിലിൻ്റെ സ്വഭാവങ്ങളൊക്കെ അറിയുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള ട്രേഡുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ട്രേഡ് എടുക്കാം. കാരണം ഈ ഹൈ അവിടെ റിജക്ഷൻ വരുമെന്ന് അറിയാം. അവിടെ നമ്മളൊരു മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്ത് ഒരു 10, 20, 30 പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റ് ട്രെൻഡ് ലൈനിൽ വന്നിട്ട് വീണ്ടും തിരിച്ച് ഇവിടുന്ന് വേണമെങ്കിൽ വീണ്ടും എടുക്കാം. ഇവിടുന്ന് വേണമെങ്കിൽ ഇത്രയും
ഇത്രയൊന്നും കിട്ടത്തില്ല, ഇത്രയും. കാരണം ഇവിടുന്ന് റിജക്ഷൻ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ട്രേഡ് എടുത്ത് സി എടുത്തു, ഒരു 10-20 പോയിൻറ്റ് കിട്ടി, നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും ഇല്ലേ. പിന്നെ ഇവിടെ കൺസോൾട്ടേഷൻ ആയിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരു കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്കൊരു ട്രേഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഒറ്റ വലിയ ക്യാൻഡിൽ നമുക്കിവിടെ ഒരു ചെറിയൊരു ക്ലോസിങ് കിട്ടിയില്ല, മനസ്സിലായി. അപ്പം വലിയൊരു ക്യാൻഡിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മാർക്കറ്റ് ഇവിടെ നേരെ മേലോട്ട് പോയി, ഇത് ബ്രേക്ക് ചെയ്ത് പോയി. പക്ഷേ ഈ ബ്രേക്ക് ചെയ്ത് പോയെങ്കിൽ ആ പോക്കിന് അത്ര സുഖമില്ല ഇല്ലേ. അതുപോലെ തന്നെ നേരെ തിരിച്ചിവിടെ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ഒരു അവസ്ഥ. നിഫ്റ്റി ഇങ്ങനെ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. അങ്ങോട്ട് മേലോട്ട് പോയി, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് മൊത്തത്തിൽ റീറ്റെയിലേഴ്സിനെ കൺഫ്യൂസ്ഡ് ആക്കിയാണ് മാർക്കറ്റ് മേലോട്ട് പോയത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. നാളെ നമുക്കിനി എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറാണ് നിഫ്റ്റി. അപ്പം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കി കാണണം. ഓക്കെ, അപ്പം നാളെ ഈ ഈ ഹൈ, ഓക്കെ, നാളെ ഇതിനകം ഈ ഹൈ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് ഇതാണ്, അതിന് മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ അടുത്തത് 24,490 കഴിഞ്ഞപ്പോൾ 24,700. ഇതിനിടയ്ക്ക് വല്ല സംഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24,600 നമുക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. 24,600. ഓക്കെ, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം 24,600. അപ്പം ആ ഒരു പോയിൻ്റ് കൂടെ നമുക്ക് നോക്കാം. അതിനപ്പുറം പോകുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതിനുശേഷം ഒരെണ്ണം കിടക്കട്ടെ. 24,702 ഇതാണ് നാളെ പോകാനുള്ള ഏരിയ. പോയാൽ അറിയാൻ പറ്റത്തില്ല, ചിലപ്പം ഇന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ച് ഇത്രയും പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല, എന്നിട്ട് മാർക്കറ്റ് പോയില്ലേ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ ലൈൻ ഇൻവാലിഡായി, അതിന് ഒരു കാര്യമില്ല. ഇതാണ് അടുത്ത ക്യാൻഡിൽ. അപ്പം ഇത് നമുക്ക് ഇങ്ങോട്ട് ഈ ട്രെൻഡ് ലൈൻ ഇതിന് ബ്രേക്ക് ചെയ്യണം. ഇതിങ്ങോട്ട് ഒന്ന് താഴോട്ട്. ഓക്കെ, ഇതൊന്ന്, ഇത് 2. ഈ ട്രെൻഡ് ലൈനൂടെ പൊട്ടി താഴെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പൊട്ടി, പക്ഷേ എന്തെങ്കിലും വീണ പോലെ തന്നെ തിരിച്ചു കയറി. ഇതൊന്ന്, പിന്നെ ഇതൊന്ന്. ഓക്കെ, ഇവിടെയൊക്കെ താഴോട്ട് കിടപ്പുണ്ട്. എനിക്ക് താഴോട്ട് വരയ്ക്കാനാണ് ഇഷ്ടം കേട്ടോ. കാരണം ഞാൻ എപ്പോഴും താഴോട്ടൊരു വീഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എപ്പോൾ സംഭവിക്കും എന്നുള്ളത് അത്ര എനിക്കറിയത്തില്ല. എൻ്റെ പ്രതീക്ഷ മുഴുവൻ താഴോട്ടാണ്. കാരണം ഗ്ലോബലി നോക്കുവാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിലും ഒരു പൊട്ടനുള്ള സാധ്യതകളാണ് കൂടുതൽ. പക്ഷെങ്കിൽ ആ പൊട്ടൽ എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ്. പൊട്ടേണ്ട സമയമായി, പക്ഷെങ്കിൽ എന്തുകൊണ്ട് പൊട്ടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്പറേറ്റർമാരുടെ പ്ലേ ആണോ എന്ന് നമുക്കറിയത്തില്ല. ആരാണ് ഇത്രയും പൈസ മുടക്കി പർപ്പസ്ലി മേലോട്ട് കൊണ്ടുപോകുന്നത്, ഇനി അവിടെ കൊണ്ടിട്ട് നല്ലപോലെ വൃത്തിക്ക് പൊട്ടിക്കാനാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. എനിവേ കണ്ടറിഞ്ഞ് കാണാം, അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഈ ലെവലുകളൊക്കെ നിങ്ങൾ വരച്ചിട്ടിട്ട് എന്ത് സംഭവിക്കുന്നത് നോക്കി അതിനനുസരിച്ച് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ എല്ലാവരും ന്യായം പാലിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ന്യായം പാലിച്ച് ട്രേഡ് ചെയ്തവരെ ഞാൻ അഭിനന്ദിക്കുന്നു. കീപ്പ് ഓൺ, നിങ്ങളത് അങ്ങനെ തന്നെ പിന്തുടരുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പിന്നെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ലെവലുകളൊക്കെ കാര്യങ്ങൾ അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.